ലോകാടിസ്ഥാനത്തിൽ ഷിയ വിഭാഗത്തെ ഏകോപിപ്പിക്കുന്ന പ്രവർത്തനം ഇറാനിലെ ചില സംഘടനകൾ, ഷിയ സംഘടനകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു. എല്ലാ മുസ്ലിം രാജ്യങ്ങളും, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ, ഷിയാകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ജനസംഖ്യാനുപാതികമായിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ബഹ്റൈനിൽ 1.6 മില്യൺ ഷിയാക്കളുണ്ട് എന്നാണ് കണക്ക്. 2024-25 കണക്ക് പ്രകാരം നോക്കുമ്പോൾ കുവൈറ്റിൽ 4.5 മില്യൺ, സൗദി അറേബ്യയിൽ 36 മില്യൺ, ഖത്തറിൽ 3 മില്യൺ, UAE 10 മില്യൺ, ഒമാനിൽ 5 മില്യൺ. ഇങ്ങനെയാണ് അവിടുത്തെ കണക്ക്. അത് അറബ് രാജ്യങ്ങൾ, ഈ ഗൾഫ് കൺട്രിയിലെ കണക്ക് പറയുന്ന സമയത്ത് പിന്നെ ലെബനാൻ, യമന്, സിറിയ, ജോർദാൻ, ഈജിപ്ത്, മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം വളരെ സ്വാധീനമുള്ള വിഭാഗമാണ് ഷിയ വിഭാഗം. ഇവർക്കൊരു ഏകോപനം ഉണ്ടാക്കിയതിനു ശേഷം ഇസ്രായേലിനെതിരെ പ്രതിരോധമുണ്ടാക്കുന്ന സംവിധാനങ്ങൾ ഏത് തരത്തിൽ പ്രതിരോധിക്കും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യം നമ്മൾ ഏകോപനം ഉണ്ടാക്കുന്ന ഷിയ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏകോപനം വളരെ പെട്ടെന്ന് സാധ്യമാകും. അതിൻ്റെ കാര്യം എന്നാൽ ലോകാടിസ്ഥാനത്തിൽ ഷിയ വിഭാഗങ്ങൾക്ക് ഇറാനുമായിട്ട് വലിയ ബന്ധങ്ങളും കണക്ഷനും അതിൻ്റെ നേതൃത്വ പാഠവുമായിട്ട് ബന്ധങ്ങളുമുണ്ട്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം ലോകാടിസ്ഥാനത്തിൽ അത്തരം ഒരു ബന്ധങ്ങളോ ഒരു രാജ്യങ്ങളോ ഒരു നേതാവോ ഇല്ല. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകാടിസ്ഥാനത്ത് സൗദി അറേബ്യയെ സുന്നികൾ നേതൃത്വ നിരയിൽ കാണുന്നില്ല.